അസ്സലാമലൈക്കും. എൻ്റെ പേര് സബീന. ഞാൻ പയ്യന്നൂരാണ്. എനിക്ക് 3 മക്കളുണ്ട്. 2 പെണ്ണ് ഒരാണ്. മോനാണിത്. എൻ്റെ മോനെ അപകടം പറ്റിയിട്ട് 16 വർഷമായി. ഇതുവരെ 5 സർജറി കഴിഞ്ഞു. നല്ലവരായ നാട്ടുകാരും ഒരുപാട് ആൾക്കാരുടെ സഹായമുണ്ട്. ഇനിയും ബാക്കി സർജറി ചെയ്യാനുള്ള സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് ഇതുവരെ ബാക്കി സർജറി ചെയ്തിട്ടില്ല. ഒക്ടോബർ 21 ഞങ്ങൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാണ് നവംബറിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കാൻ. പിന്നെ ഐഡിയും തന്നിട്ടുണ്ട് അഡ്മിറ്റ് ആക്കാനുണ്ട്. പക്ഷെ ഇതുവരെ പോകാൻ ഞങ്ങളിൽ ഒരു നിവൃത്തിയില്ല. ഒരുപാട് വാതിലുകൾ മുട്ടി. എൻ്റെ മോന് ഈ ഒരു കൈ കൊണ്ടൊന്നും ആവില്ല. ഈ ഒരു കൈ മാത്രമേ ആവുള്ളൂ. ഒരു സൈഡിൽ മാത്രമേ ആവുള്ളൂ. ഒരു സൈഡ് കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. വല്ലാത്തൊരവസ്ഥയിലാണ് കഴിയുന്നത്. ഈ കൈയിൻ്റെ ഉടൻ തൊട്ട് ഇന്ന് വരേക്കും സർജറി ചെയ്ത് വെച്ചിരിക്കുകയാണ്. വല്ലാത്തൊരവസ്ഥയിലൂടെ കമ്പിയിട്ടിട്ടുള്ളത്. ഇത്രയും ഇതൊന്നും അല്ല. കുറേ പേപ്പറുകളൊന്നും കൊണ്ട് സർജറി ചെയ്തത്, ഒന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. ഇതിന്റെ ഇടയ്ക്ക് എന്റെ മോനൊരു ഓപ്പറേഷൻ ഉണ്ടായിട്ട് മൂക്കിന് മാസം മാറും സർജറിക്ക് നാട്ടുകാർ സഹായിച്ചിട്ടാണ് ഓപ്പറേഷൻ കഴിഞ്ഞത്. പയ്യന്നൂർ സഭാ ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മാസമാകുന്നുള്ളൂ. ഇനി ആൾക്കാരുടെ മുമ്പിൽ അയച്ചു നിൽക്കാൻ കഴിയുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി സഹായിച്ച് ഓപ്പറേഷൻ കയറി കിടക്കും. 1 സെന്റ് ഭൂമി മതി. പ്ലാസ്റ്റിക് കെട്ടിയിട്ട് എല്ലാം അവിടെ ജീവിച്ചോളാം. എല്ലാവരും കൂടി സഹായിക്കണം. നമ്മുടെ അപേക്ഷയും കേൾക്കണം. നമ്മളാ മാസമായിട്ട് ഒരിക്കൽ പോലും ഒരാളുടെ കുറിച്ച് കള്ളം പറഞ്ഞ് വായിക്കും ചോദിക്കുകയും ചെയ്തിട്ടില്ല. അടച്ചോന്റെ ഭാഗത്ത് നിങ്ങൾ എല്ലാവരും സഹായിച്ചാൽ മാത്രമേ നമുക്കിത് മുന്നേറ്റാൻ പറ്റൂ. സഹായിക്കണം. പിന്നെ എനിക്കാണെച്ചാൽ നട്ടലിന് 10 ബ്ലോക്ക് ഉള്ളതുകൊണ്ട് ജോലി ചെയ്യാനോ പുറത്തിറങ്ങി ജോലിക്ക് പോകാനോ കഴിയില്ല. 5 മിനിറ്റ് 2 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ ഞാൻ അവിടെ അങ്ങ് ഇരുന്ന് പോകും. എൻ്റെ അവസ്ഥ ഇവളെ 3 വയസ്സിലാണ് എൻ്റെ മക്കളുടെ വാപ്പ ഞങ്ങളെ കളഞ്ഞു പോയത്. എനിക്ക് 3 മക്കളാണ്. 2 പെണ്ണും ഒരാണ്. മോനാണിത്. ഒരു മോള് ഡിവോഴ്സായി നിൽക്കുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ അവസ്ഥ. 2 ബാങ്കിൽ ലോണ്, പരിസരം മൊത്തവും കടം, എല്ലാ ബാധ്യതകളും കൂടിയിട്ട് ഞങ്ങളുടെ അവസ്ഥ. ജീവിക്കണോ മരിക്കണോ എന്നറിയില്ല. ആ ഒരവസ്ഥയിൽ അവിടെ പോകുന്നത്. ഇനി എന്താണെന്നറിയില്ല. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് സഹായിക്കണം. ഷെയർ ചെയ്യണം. എല്ലാവരും ഷെയർ ചെയ്ത് സഹായിക്കണം. ഷെയർ ചെയ്യുകയും ചെയ്യണം, സഹായിക്കുകയും ചെയ്യണം. കാര്യം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വരാനോ ഒന്നിനും ആരുമില്ല. ഒരുപാട് വേദനകൾ മുട്ടിയതാണ്. ഒരുപാട് ആൾക്കാരുടെ കൈകാലം പിടിച്ചതാണ്. ഒത്തിരി പേരോട് ചോദിച്ചു സഹായിക്കാൻ. അവരെല്ലാം പലരും പല സ്വഭാവത്തിലാണ് ഞങ്ങളോട് പെരുമാറുന്നത്. അത് അവിടെ കൊണ്ട് ഞങ്ങൾ ജീവിതം അവസാനിപ്പിക്കാൻ വരെ ശ്രമിച്ചതാ. 2 ചെറിയ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് ഇങ്ങനെ പോവുക. എൻ്റെ കാലം കൂടെ കഴിഞ്ഞ എൻ്റെ മോൻ്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് എൻ്റെത്. എൻ്റെ മോൻ്റെ ഞാനില്ലാതെ വന്ന് എൻ്റെ മോനെ ഒരു മരവും മുത്രം എടുക്കാനോ ഒന്നിനും ആരും ഉണ്ടാവില്ല. ഈ പെൺപിള്ളേരെന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് നട്ടലിന് 10 ബ്ലോക്കുണ്ട്. എൻ്റെ വയ്യാത്ത മോനാണ് എനിക്ക്. 30 വർഷമായി വാടകയ്ക്ക് താമസിക്കുന്നു. 1 സെന്റ് ഭൂമി പോലില്ല സ്വന്തം എന്ന് പറയുന്നത്. സഹായിക്കാൻ ഒരാളില്ല. എല്ലാ മാസവും വാടകയ്ക്ക് ബുദ്ധിമുട്ടും. ഓരോ മാസമാകുമ്പോൾ നെഞ്ചിട്ട് കിട്ടുക. ആഹാര സാധനത്തിനുള്ള ബുദ്ധിമുട്ട്. ഞങ്ങൾക്ക് ആകപ്പാടുള്ള ആന്തോണിയായ ആളെ കിടപ്പിലായിട്ട് 16 വർഷം. ഓപ്പറേഷൻ കഴിഞ്ഞ് വീണ്ടും ചെയ്തതിന് ശരീരത്തിൽ എല്ലും തോലും കാണാൻ പോലും ഒന്നുമില്ല. ഞങ്ങളുടെ എല്ലാവരും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ പറ്റൂ. ഇനിയുള്ള ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. ഞങ്ങളെല്ലാവരും സഹായിക്കണം. നല്ലൊരു ഭക്ഷണം പോലും കൊടുക്കാൻ നോക്കില്ല. വൈകിട്ട് നാണം കെട്ട് ആൾക്കാരുടെ മുമ്പിൽ ഓരോ കാര്യം ചോദിച്ചു പറഞ്ഞു. ഒരാളോട് 10 റുപ്യ ചോദിച്ച് അത് വേറെ അർത്ഥത്തിലാണ് കാണുന്നത്. കഴുത്തിന് താഴോട്ട് എൻ്റെ മോന് ചൂട് തണുപ്പ് അറിയില്ല. മൂത്രം പോകണമെങ്കിൽ ഭയങ്കര പ്രയാസമാണ്. അതിനും ടോയ്ലറ്റിൽ പോകുന്നതിനും എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. 3-4 ദിവസം കൂടിയിട്ടാണ് ടോയ്ലറ്റിൽ പോകുന്നത്. യൂറിൻ പോകുന്ന സമയത്ത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. തലയ്ക്ക് പെരുപ്പും പ്രയാസങ്ങളും ഒക്കെയാണ് മോന്. ആ മോന് ഇനി പെട്ടെന്ന് സർജറി ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. അത് സർജറി ചെയ്താൽ എൻ്റെ മോൻ പെട്ടെന്ന് സഹായിച്ചാൽ മാത്രമേ നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റും. വേറെ ഒരാളോട് ഇത്രയും വലിയ പൈസ ചോദിക്കുമ്പോൾ സഹായം ചോദിക്കാനോ പറ്റത്തില്ല. ആരോട് ചോദിച്ചാലും എല്ലാവരും വേറെ അർത്ഥത്തിലാണ് ഞങ്ങളെ കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരോടും ചോദിക്കാൻ ഒരുപാട് വാതിലുകൾ മുട്ടി. ഒരുപാട് പേർക്ക് അപേക്ഷകൾ അയച്ചു. എല്ലാവരും വാതിലും മുട്ടിയിട്ടാണ് അവസാനമാണ് ചെയ്യുന്നത്. അവന് ചൂട് തണുപ്പൊന്നും അറിയത്തില്ല. പിന്നെ ഒരു സൈഡ് മാത്രമേ വിയർക്കത്തുള്ളൂ, ഒരു സൈഡ് വിയർക്കത്തില്ല. ഒരു സൈഡ് കംപ്ലീറ്റ് സൂക്ഷിച്ച പോലെ ഇരിക്കുകയാണ്. പിന്നെ യൂറിൻ പോകുന്നതിനും ടോയ്ലറ്റിൽ പോകുന്നതിനും ഒക്കെ പ്രശ്നങ്ങളാണ്. 3-4 ദിവസം കൂടിയിട്ട് ടോയ്ലറ്റിൽ പോകുള്ളൂ.
യൂറിനാൻ പോകുന്ന സമയത്ത് വളരെ വളരെ പ്രയാസമാണ്. തലയ്ക്കൊക്കെ പെരുപ്പും വേദനയും ഒക്കെ ആയിട്ടാണ് യൂറിൻ പോകുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് മോന്. അറിയാണ്ട് കിടക്കയിൽ യൂറിൻ പോകും. പിന്നെ മോൻ്റെ ഒരു കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ ഒരു കൈ മാത്രമേ ഉള്ളൂ മോന്. ഒരു കൈ കൊണ്ട് കുഴപ്പമില്ലാതെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കൈ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം പെട്ടെന്ന് തന്നെ മോൻ്റെ സർജറി ചെയ്യണം. നവംബറിൽ കൊണ്ടുവന്ന് അഡ്മിറ്റാക്കാൻ പറഞ്ഞതാണ്. പിന്നീട് ഇതുവരെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ അഡ്മിറ്റാക്കാൻ പറ്റിയിട്ടില്ല. കൊണ്ട് ചെക്കപ്പ് ചെയ്യാൻ തന്നെ ഇവിടെ നിന്ന് കുറേ ആൾക്കാർ സഹായിച്ചിട്ടാണ് കൊണ്ട് ചെക്കപ്പ് ചെയ്തത്. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് ഇത്രയും മാസമായി. പിന്നീട് അങ്ങോട്ട് പോകാനും കഴിഞ്ഞിട്ടില്ല. പിന്നെ നല്ല ഭക്ഷണം കൊടുക്കാനോ നല്ല ശരീരം ഈ ശോഷിച്ചിരിക്കുന്നത് നല്ല ഭക്ഷണമൊന്നും കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റത്തുമില്ല. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഈ വീഡിയോ കൊണ്ട് സഹായിക്കണം, ഷെയർ ചെയ്യണം. എല്ലാവരും ഷെയർ ചെയ്ത് സഹായിക്കണം. ഷെയർ ചെയ്യുകയും ചെയ്യണം, സഹായിക്കുകയും ചെയ്യണം. കാര്യം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വരാനോ ഒന്നിനും ആരുമില്ല.